അള്ളാഹു എഴുതി തള്ളിക്കളയും. അതുകൊണ്ട് ഖുർആൻ പഠിക്ക്. ഖുർആൻ പഠിച്ച സ്വർഗത്തിൽ പോകാം. ഖുർആൻ പഠിച്ചിട്ട് മറന്ന നരകത്തിൽ പോകാം. ഖുർആനിനെ ആദരിക്ക്. ഖുർആനിനെ കേട്ടാൽ അള്ളാഹുവിൻ്റെ കലാമാണെന്നുള്ള ബഹുമാനം കൊടുക്കണം, സ്ഥാനം കൊടുക്കണം. പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഇല്ലെങ്കിലും നിന്റെ കാര്യം പോകാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ പഠിക്കുന്നവരെ സ്നേഹിക്കും, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. ഈ മക്കളെ, ചെറിയ മക്കൾ, ഈ ചെറിയ കുട്ടികൾ അവരെ ആദരിക്കാൻ കഴിയണം. ഉസ്താദുള്ളത് 14 വിദ്യാർത്ഥികൾ ഇവരെ ഹിഫ്ള് പഠിക്കുന്ന മക്കളുണ്ട്. അള്ളാഹു മക്കളെ ഹാഫിളീകളാക്കി കൊടുക്കുമാറാകട്ടെ. ഇവരാമീൻ പറഞ്ഞ അള്ളാഹു ഹാഫിളീകളാക്കി കൊടുക്കുമാറാകട്ടെ. ബഹുമാനിയായ അബ്ദുൽ ഉസ്താദ് പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുന്ന ഒരു രംഗത്തെക്കുറിച്ച് പറഞ്ഞു. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും, നമ്മുടെ നന്മ തിന്മകൾ നോക്കി നോക്കും, ഒന്നുമില്ല, നരകത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിന്ന് കരയുമ്പോൾ അള്ളാഹു പറയും, മോനെ ഒരു നന്മ കൊണ്ടുവന്നാൽ മതി. ഇന്നത്തെ ദിവസം നീ ആയിരക്കണക്കിന് നന്മയൊന്നും കൊണ്ടുവരണ്ട, ഒരേ ഒരു നന്മ കൊണ്ടുപോവാ, ഒറ്റ പ്രതിഫലം, ഒരേ ഒരു പ്രതിഫലം നീ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ സ്വർഗ്ഗം തരാം. ആ മനുഷ്യൻ ഇങ്ങനെ യാചിച്ച് നടക്കും. അള്ളാഹുവിന്റെ കോടതിയിലൂടെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും പോകും. ഒരാളുണ്ടാവില്ല, ബാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ കുടുംബക്കാരെ ആരുണ്ടാകില്ല. ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾ ആദരിക്കുന്നവരുണ്ടല്ലോ, ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ, ഇവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നവരുണ്ടല്ലോ, ഇവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കപ്പോൾ തരുന്ന പ്രതിഫലം നിന്റെ പേരാരും പറയില്ല. നിന്നെ മറന്നുപോകും, നിന്നെ അറിയണമെന്നില്ല. ഈ മക്കളെ ഏറ്റെടുത്തതിന്റെ പേരിൽ നിന്റെ ഫ്ലക്സ് വെക്കാറില്ല. പക്ഷെ ഈ മക്കളെ നീ ഏറ്റെടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് കിടന്ന് യാചിക്കും. അല്ലാഹുവിന്റെ കോടതിയിൽ കിടന്ന് എല്ലാവരുടെ മുമ്പിലും പോകും. ഒരാളും നിന്നെ സഹായിക്കില്ല, ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. അവസാനം നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ അല്ലാഹുവോട് പറയുന്നു, ചെമ്പിന്റെ തലയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു, എന്റെ ഉമ്മാനൊന്നും അലത്തിക്കിടത്തില്ല. ഈ ചെമ്പിന്റെ തലയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു, എന്റെ ഉമ്മാനൊന്നും അലത്തിക്കിടത്തില്ല. ആ നെഞ്ചിന്റെ മുകളിൽ ഞാനൊന്ന് കേറി നിൽക്കട്ടെ പടച്ചവനെ, എന്റെ കാല് പൊള്ളുന്നു എന്ന ഉമ്മയെ നോക്കിയിട്ട് മക്കൾ പറയുന്ന ദിവസമാണ്. പാപ്പയെ കാണിച്ചിട്ട് പറയുന്നു, എന്റെ പാപ്പയുടെ നന്മ മുഴുവൻ എടുത്ത് എനിക്ക് തരണേ. എന്റെ തെറ്റുകൾ എന്റെ പാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാണെങ്കിൽ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗ്ഗം തരണേ എന്ന് പറയുന്ന ദിവസമാണ്. ആ മസ്റയിലെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് നിന്റെ സ്വന്തം മകനുണ്ടല്ലോ, അത് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അവന്റെ നന്മതിന്മകളെ കൂട്ടിക്കെട്ട് അല്ലാഹു പറഞ്ഞു, നീ സ്വർഗ്ഗത്തിലേക്ക് പോ. അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് നടന്നു പോകുന്ന മകനെ കാണുമ്പോ എല്ലാവരുടെ മുമ്പിൽ ചെന്ന് യാചിച്ചിട്ടും ഒരാൾ പോലും സഹായിക്കാതെ അവസാനം അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച പൊന്നാര മകൻ സ്വർഗ്ഗത്തിൽ പോകുന്നത് കണ്ടപ്പോ പാപാകിടത്തോടെ ഓടുന്നു, യാ മുനയ്യ, പൊന്നുമോനെ, നിനക്ക് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചതാണ്, എല്ലാം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. മോനെ, പടച്ചറപ്പ് പറയുകയാണ്, ഒരു നന്മ കൊണ്ടുപോയാൽ എനിക്ക് സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. നീ എന്തായാലും സ്വർഗ്ഗത്തിലാണ്. ഒരു നന്മ എനിക്ക് തന്നെന്ന് പറഞ്ഞ് നിന്നെ അല്ലാഹു നരകത്തിലിടൂല. ഒരു നന്മ എനിക്ക് തന്നെന്ന് പറഞ്ഞ് അല്ലാഹു നിന്നെ നരകത്തിലിടൂല. മോനെ, ഒരു നന്മ താടാ, നിനക്ക് ജന്മം നൽകിയ വാപ്പ കൂടെ ഇന്ന് സ്വർഗ്ഗത്തിൽ പോകട്ടെ. സ്വന്തം മകന്റെ മുമ്പിൽ കിടന്ന് പ്രിയപ്പെട്ട പിതാവ് യാചിക്കുമ്പോ കണ്ട പരിചയം പോലും കാണിക്കാതെ പോകുന്ന ദിവസമാണ് മസ്റ. അതുകൊണ്ട് അത്രയും പരിഗണന കൊടുക്കാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് മസ്റ. ആ മസ്റയിലെ ഞാനും നിങ്ങളുടെ ഇങ്ങനെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു മകൻ നിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്.
വർഷങ്ങളായി ഇത് തോന്നുന്ന വലിയ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയാണ്